ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന ടോട്ടോച്ചാൻ്റെ അധ്യായത്തിൻ്റെ പേര് ഞങ്ങൾ വെറുതെ കളിക്കുകയായിരുന്നു. നമുക്ക് നോക്കാം. ടോട്ടോച്ചാന് ഗുരുതരമായ ഒരു അപകടം പിണഞ്ഞു. ഒരു വൈകുന്നേരം സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് അത് സംഭവിച്ചത്. വൈകുന്നേരം പതിവ് പോലെ അത്താഴത്തിനു മുമ്പ് ടോട്ടോച്ചാനും റോക്കിയുമായി കളികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. ഇരുവരും ഒരു മുറിയുടെ എതിർദിശകളിൽ നിന്ന് പരസ്പരം ഉരുണ്ടുവന്ന് അപ്പോഴാണ് കളി ആരംഭിക്കുന്നത്. ഉരുണ്ടുവന്ന് കൂട്ടിമുട്ടുന്നിടത്ത് വെച്ച് ഹ്രസ്വമായ ഒരു മൽപിടുത്തത്തോടെ അത് അവസാനിക്കും. ഈ കളി അവർ പലതവണ ആവർത്തിച്ചുകൊണ്ടിരുന്നു. പലതവണയായപ്പോൾ ടോട്ടോച്ചാന് ഈ കളി മടുത്തു. ഇതിലും കുറച്ചുകൂടി കടുപ്പമുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്നായി അവളുടെ ചിന്ത. ടോട്ടോയാണല്ലോ എപ്പോഴും തീരുമാനിക്കുന്നത്, അതങ്ങനെയല്ലേ വരൂ. ഇത്തവണയും ടോട്ടോ തീരുമാനിച്ചു, റോക്കി അത് ഒപ്പം കൂടി. അതാണ് നടന്നത്. പുതിയ നിയമത്തിൽ മുറിയുടെ മധ്യത്തിൽ വെച്ച് ഉരുണ്ടുവന്ന് കൂട്ടിമുട്ടുമ്പോൾ ആരാണോ ഒരു വെറിയൻ ചെന്നായിയുടെ മട്ടിൽ മറ്റേയാളുടെ മേത്തേക്ക് കൂടുതൽ ആവേശത്തോടെ ചാടി വീഴുക, അവർ വിജയിക്കും. അതാണ് കളി. ചെന്നായിയെ അനുകരിക്കുക എന്നത് ജർമ്മൻ ഷെപ്പേർഡ് ഇനത്തിൽപ്പെട്ട റോക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുമുള്ള കാര്യമല്ല. കാതു കൂർപ്പിച്ച് വാ പിളർത്തി കൂർമ്പൻ പല്ലുകൾ പുറത്തു കാട്ടി ഒന്ന് നിൽക്കുക മാത്രം മതി അവന്. കണ്ണുകളിൽ ക്രൗര്യം വരുത്താനും അവന് എളുപ്പം സാധിക്കും. സത്യത്തിൽ എല്ലാം കൂടി നോക്കുമ്പോൾ കണ്ടാൽ ശരിക്കും ഒരു ചെന്നായിയെ പോലെ തന്നെയാണ് റോക്കി ഇരിക്കുന്നത്. എന്നാൽ ടോട്ടോച്ചാനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൈകൾ രണ്ടും ചെന്നായെ ചെവി പോലെ തലയ്ക്ക് പിന്നിൽ വിടർത്തി പിടിക്കണം. വായും കണ്ണുകളും തനിക്കാവുന്നത്ര തുറന്നു പിടിച്ച് മുരൾച്ച ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് റോക്കിയെ കടിക്കാനായിരുന്നതായി ഭാവിക്കണം. തുടക്കത്തിൽ ഒക്കെ റോക്കി വളരെ ഭംഗിയായി കളിയിൽ പങ്കെടുത്തു. അതായത് കളിയുടെ നിയമങ്ങളൊക്കെ അനുസരിച്ച് തന്നെയാണ് റോക്കി പങ്കെടുത്തത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും അവനൊരു നായക്കുട്ടിയാണല്ലോ, അല്ലേ? ഏതോ ഒരു നിമിഷത്തിൽ ആ കളി മറന്നുപോയ അവൻ ടോട്ടോച്ചാന് ഒരു കടി വെച്ചു കൊടുത്തു. പ്രായമെത്താത്ത ഒരു പട്ടിക്കുട്ടിയാണെങ്കിലും റോക്കിയുടെ പല്ലുകൾക്ക് സ്വതസിദ്ധമായ നല്ല മൂർച്ചയുണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് ടോട്ടോച്ചാൻ അറിയും മുമ്പ് തന്നെ അവളുടെ വലത്തെ ചെവി ഇറുന്ന് തൂങ്ങി. ഒരു കുടത്തിൽ നിന്നെണ്ണവണ്ണം ചോര ചീറ്റി തുടങ്ങി. മകളുടെ നിലവിളി കേട്ട് അടുക്കളയിൽ നിന്ന് ഓടി വന്ന അമ്മ കണ്ടത് വിശാലമായ മുറിയുടെ ഒരു കോണിൽ ഇരു കൈകളും കൊണ്ട് വലത്തെ ചെവി പൊത്തിപ്പിടിച്ചിരിക്കുന്ന ടോട്ടോച്ചാനെയാണ്. സമീപത്ത് പരിഭ്രമിച്ചു നിൽക്കുന്ന റോക്കിയും. അവളുടെ ഉടുപ്പ് ചോരയിൽ കുതിർന്നിരുന്നു. മുൻവശത്തെ മുറിയിൽ വയലിൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അച്ഛനും ബഹളം കേട്ട് ഓടിയെത്തി. അരുതാത്തതെന്തോ ചെയ്തു പോയ മട്ടിൽ വാൽ താത്തിയിട്ട് കൂട്ടുകാരിയെ നോക്കി നിർനിമേഷനായിരിക്കാണ് റോക്കി. നിറഞ്ഞ കണ്ണുകളോടെ അവൻ കൂട്ടുകാരിയെ തന്നെ ഉറ്റുറ്റു നോക്കി. അപ്പോഴും ടോട്ടോച്ചാനെ അലട്ടിയിരുന്നത് വേദനയല്ല, ഒരേ ഒരു കാര്യം മാത്രമാണ്. ദേഷ്യം സഹിക്കാനാവാതെ റോക്കി തന്നെ കടിച്ചതാണ് എന്ന് മനസ്സിലാകുമ്പോൾ ആ ഒരു ദേഷ്യത്തിൽ അച്ഛനും അമ്മയും റോക്കിയെ എടുത്ത് കൊടുത്തു കളയുമോ എന്നതായിരുന്നു. ആർക്കെങ്കിലും വിൽക്കുകയോ അല്ലെങ്കിൽ അടിച്ചു പുറത്താക്കിയോ വല്ലതും ചെയ്താലോ? താൻ പിന്നെ എന്തു ചെയ്യും? ആരുടെ കൂടെ കളിക്കും? റോക്കിയെ വഴക്ക് പറയല്ലേ, അവനല്ല ഒന്നും ചെയ്തത്. മുറിവേറ്റ ചെവി പൊത്തിപ്പിടിച്ച് റോക്കിയുടെ ചാരത്തിരുന്ന് അവൾ വിഷമമുള്ള സ്വരത്തിൽ യാചിച്ചുകൊണ്ടേയിരുന്നു. മകളുടെ ചെവിക്ക് എന്തു പറ്റി എന്നറിയാനായിരുന്നു അച്ഛൻ്റെയും അമ്മയുടെയും ഉത്കണ്ഠ. അവർ തിടുക്കത്തിൽ അവളുടെ കൈ ഒന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. വേണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല, വേദനയില്ല. കൈ മാറ്റാൻ കൂട്ടാക്കാതെ അവൾ നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അവനെ ഒന്നും ചെയ്യല്ലേ, എൻ്റെ റോക്കിയെ ഒന്നും ചെയ്യല്ലേ. വേദനയെക്കുറിച്ച് സത്യത്തിൽ അവളപ്പോൾ ഓർത്തിട്ടേയില്ല. മനസ്സു മുഴുവൻ റോക്കിക്ക് എന്തു സംഭവിക്കും എന്ന ഉത്കണ്ഠയായിരുന്നു. കടിയേറ്റിട്ടാണ് മകൾക്ക് അപകടമുണ്ടായത് എന്ന് ചോര ഒലിച്ചിറങ്ങുന്നത് കണ്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. തങ്ങൾ റോക്കിയോട് ദേഷ്യപ്പെടില്ല, കൈ മാറ്റൂ എന്ന് അവർ അവളോട് പറഞ്ഞു. വാക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒടുക്കം അവൾ കൈ മാറ്റി. ഇരുന്നു തുടങ്ങുന്ന അവളുടെ കാത് കണ്ട് അമ്മ നിലവിളിച്ചുപോയി. അച്ഛൻ തന്റെ പിഞ്ചോമനയെ വാരിയെടുത്ത് ഡോക്ടറുടെ അടുക്കലേക്ക് കുതിച്ചു. അമ്മയും ഒപ്പം ചെന്നു. യഥാസമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് വലിയ ഭാഗ്യമായി. ഇരുവർക്കും ആശ്വാസം പകർന്നുകൊണ്ട് ടോട്ടോച്ചാന്റെ ചെവി പണ്ടത്തെ പോലെ തന്നെ ശരിപ്പെടുത്തിയെടുക്കാൻ ഡോക്ടർക്ക് സാധിച്ചു.
റോക്കിയെ ശകാരിക്കയില്ല എന്ന് തനിക്ക് തന്ന വാക്ക് അച്ഛനും അമ്മയും പാലിക്കുമോ എന്നതായിരുന്നു ഈ സമയം മുഴുവനും ടോട്ടോയുടെ മനസ്സിൽ. ഉച്ചി മുതൽ താടി വരെ നിറയെ ബാൻഡേജുമായിട്ടാണ് ടോട്ടോച്ചാൻ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. കണ്ട ശരിക്കും ഒരു മുയലിനെ പോലെ തന്നെ. നായക്കുട്ടി ഒന്നും ചെയ്യില്ല എന്ന് മകൾക്ക് വാക്ക് കൊടുത്തിരുന്നുവെങ്കിലും അവനൊരു പാഠം പഠിപ്പിക്കണം എന്ന് അച്ഛൻ തീരുമാനിച്ചു. അപ്പോഴേക്കും അമ്മ ഇടപെട്ടു. നോക്കൂ, മോളോട് സത്യം ചെയ്ത് പറഞ്ഞത് മറക്കണ്ട. വിലക്കുന്ന മെഴികളാൽ അവർ അദ്ദേഹത്തോട് മൗനമായി പറഞ്ഞു. ഒന്ന് തറപ്പിച്ചു നോക്കി. മനസ്സില്ലാ മനസ്സോടെ അച്ഛൻ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. തനിക്കൊന്നും പറ്റിയിട്ടില്ല എന്നും ആരും ശകാരിക്കില്ലെന്നും എത്രയും പെട്ടെന്ന് റോക്കിയെ ഒന്ന് ബോധ്യപ്പെടുത്താനുള്ള വെമ്പലോടെയാണ് ടോട്ടോച്ചാൻ വീട്ടിൽ വന്ന് കയറിയത്. പക്ഷെ അവനെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. റോക്കി, റോക്കി ഉറക്ക വിളിച്ചു നോക്കി, എവിടെയുമില്ല. അവൾ ശരിക്കും പൊട്ടിക്കരഞ്ഞു പോയത് അപ്പോൾ മാത്രമാണ്. ഈ അറിഞ്ഞ വേദനയൊന്നും വേദനയായി അവൾക്ക് ഇത്ര നേരവും തോന്നിയിരുന്നില്ല. പക്ഷെ തന്റെ റോക്കിയെ കാണാനില്ല എന്നത് അവളെ ശരിക്കും ദുഃഖിപ്പിച്ചു. ആശുപത്രിയിൽ വെച്ച് അവൾ കരഞ്ഞിരുന്നില്ല. തന്റെ കരച്ചിൽ കേട്ടാൽ റോക്കിയോടുള്ള അച്ഛന്റെയും അമ്മയുടെയും കോപം കൂടുമോ എന്ന് ഭയന്നിട്ടാണ് അവൾ സഹിച്ചു പിടിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ അവൾക്ക് അത് പറ്റിയില്ല. തുളുമ്പി വന്ന കണ്ണീരടക്കാൻ അവൾക്ക് സാധിച്ചില്ല. ഏങ്ങി ഏങ്ങി കരയുന്നതിനിടയിൽ അവൾ വിളിച്ചു, റോക്കി, എന്റെ റോക്കിക്കുട്ടാ, നീ എവിടെയാ? പല തവണ അവൾ കൂട്ടുകാരന്റെ പേര് നീട്ടി വിളിച്ചു. ഒടുവിൽ കണ്ണീരിൽ കുതിർന്ന മുഖത്ത് ഒരു പുഞ്ചിരി വിരിയിക്കാനായി സോഫയുടെ അടിയിൽ നിന്ന് പരിചിതമായ ആ തവിട്ട് നിറം മെല്ലെ പ്രത്യക്ഷമായി. അവൻ ടോട്ടോച്ചാന്റെ അരികിലേക്ക് നടന്നു. ബാൻഡേജിനടിയിൽ നിന്ന് അല്പമൊന്ന് പുറത്ത് കാണാമായിരുന്ന ഇടത്തെ ചെവി നക്കി തുടങ്ങി. തന്റെ കൊച്ചു കരങ്ങൾ റോക്കിയുടെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് അവൾ അവന്റെ ഇരു ചെവികളും മണത്തു നോക്കി. ടോട്സ്കി, ചെവി നാറൂട്ടോ, അച്ഛൻ എപ്പോഴും പറയാറുള്ളതാണ്. എങ്കിലും ചിരപരിചിതമായ ആ ഗന്ധം അവൾക്ക് വളരെയേറെ ഇഷ്ടമായിരുന്നു. റോക്കിയും ടോട്ടോച്ചാനും ഈ സംഭവങ്ങൾക്ക് ശേഷം നന്നേ ക്ഷീണിതരായിരുന്നു. എങ്കിലും അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കുറേ സമയം നിന്നു. ഉറക്കം ഇരുവരെയും മാടി വിളിച്ചു തുടങ്ങും വരെ. വേനലറുതിയിലെ ചന്ദ്രൻ പൂന്തോട്ടത്തിന്റെ മുകളിൽ നിന്ന് അവരെ തന്നെ സൂക്ഷിച്ചു നോക്കി. ബാൻഡേജ് കൊണ്ട് പൊതിഞ്ഞ ആ പെൺകുട്ടിയെയും അവളുടെ പ്രിയപ്പെട്ട നായക്കുട്ടിയെയും. ഇപ്പോൾ മുമ്പത്തേതിലും വലിയ കൂട്ടുകാരായി കഴിഞ്ഞു. അവർ ഇനി ഒരിക്കലും ചെന്നായ്ക്കളി കളിക്കാൻ ആഗ്രഹിച്ചില്ല. നമ്മുടെയൊക്കെ വീടുകളിലുള്ള കുട്ടികളും വളർത്തുമൃഗങ്ങളും തമ്മിലുള്ള ബന്ധം നമുക്കറിയാവുന്നതാണ്, അല്ലെ? വളർത്തുമൃഗങ്ങളിൽ നിന്ന് കുട്ടികൾക്ക് പലതും പഠിക്കാനുമുണ്ട്, പലതും അറിയാനുമുണ്ട്. ഏതായാലും ടോട്ടോച്ചാൻ എല്ലാവരും കേൾക്കുന്നുവെന്നും ഇഷ്ടപ്പെടുന്നു എന്നും തന്നെ വിചാരിക്കട്ടെ. വീണ്ടും അടുത്ത അധ്യായവുമായി നാളെ കാണാം.